ഹലോ എവ്രി വൺ. IPM IAS അക്കാഡമിയുടെ ഹിസ്റ്ററി, അതായത് കഴിഞ്ഞ പ്രിലിംസ് 2025 എക്സാമിനേഷന്റെ ഹിസ്റ്ററി ക്വസ്റ്റ്യൻസിന്റെ ഒരു അനാലിസിസ് നമുക്ക് നടത്തി നോക്കാം. നമുക്ക് അതിന്റെ ആൻസേഴ്സിലൂടെ ഒക്കെ ഒന്ന് കടന്നു പോകാം. ഓക്കെ, എന്തൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്നും എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളതെന്നും അതിന്റെ ഉത്തരങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം രാജാറാം മോഹൻ റോയിയെ പറ്റിയിട്ടുള്ള ചോദ്യമായിരുന്നു. അപ്പോൾ ഇതൊരു മോഡേൺ ഇന്ത്യയുടെ ഭാഗമായിട്ട് വരുന്ന ഒരു ചോദ്യമാണ്, നമുക്കറിയാം. അപ്പം ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, he possessed great love and respect for the traditional philosophical systems of the East. അടുത്തത്, he desired his countrymen to accept the rational and scientific approach and the principle of human dignity and social equality of all men and women. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും രാജാറാം മോഹൻ റോയ് ഒരു സാമൂഹിക പരിഷ്കർത്താവായിരുന്നു, ഒരു സോഷ്യൽ റിഫോമർ ആയിരുന്നു. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സിനും ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റും തരാനായിട്ട് പറ്റും. ഇപ്പോൾ ഒന്നെന്ന് പറയുന്നത് ട്രഡീഷണൽ ഫിലോസഫിക്കൽ സിസ്റ്റംസ് ഓഫ് ദി ഈസ്റ്റിനെ അദ്ദേഹം റെസ്പെക്ട് ചെയ്തിരുന്നു എന്നുള്ളതായിരുന്നു. അപ്പം അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാവുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഇപ്പോൾ റാഷണൽ ആൻഡ് സയന്റിഫിക് അപ്രോച്ച് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതും അതേപോലെ തന്നെ പ്രിൻസിപ്പിൾ ഓഫ് ഹ്യൂമൻ ഡിഗ്നിറ്റി ആൻഡ് സോഷ്യൽ ഇക്വാലിറ്റി ഓഫ് ഓൾ മെൻ ആൻഡ് വിമൻ എന്നുള്ള കാര്യത്തിൽ വിശ്വസിക്കുക എന്നുള്ളതും അല്ലെ. അപ്പൊ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും ആക്ച്വലി സ്പീക്കിംഗ് ഒരു സോഷ്യൽ റിഫോർമറിനെ സംബന്ധിച്ചിടത്തോളം വേണ്ട ക്വാളിറ്റീസ് തന്നെയാണ്. അപ്പൊ അത് തന്നെയാണ് ഇവിടെ നമുക്ക് ഉത്തരമായിട്ട് വരുന്നത്. രണ്ട് സ്റ്റേറ്റ്മെന്റ്സും ശരിയാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ സി ആണ് ഇവിടുത്തെ ഉത്തരം. ബോത്ത് 1 and 2 ആണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പം രാജാറാം മോഹൻ റോയിയെ പറ്റി എല്ലാവർക്കും അറിയായിരിക്കും. ഇപ്പം സതി നിർത്തലാക്കിയത് അദ്ദേഹത്തിന്റെ ഒരു സപ്പോർട്ടിന്റെ ഫലമായിട്ടാണ്. ലോർഡ് വില്യം ബെന്റിക്കിന് സതി നിർത്തലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ബ്രഹ്മോ സമാജ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം സ്ഥാപിച്ചിട്ടുള്ളത് രാജാറാം മോഹൻ റോയ് ആയിരുന്നു. അപ്പൊ അങ്ങനെ ഒരുപാട് സവിശേഷതകളുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചായിരുന്നു ആദ്യത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, കൺസിഡർ ദ ഫോളോയിങ് സബ്ജക്ട്സ് വിത്ത് റിഗാർഡ് ടു ദി നോൺ കോപ്പറേഷൻ അല്ലെ, നോൺ കോപ്പറേഷൻ പ്രോഗ്രാമിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പൊ അതിൽ എന്തൊക്കെയാണ് ഈ നോൺ കോപ്പറേഷന്റെ പാർട്ടായിട്ട് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം, ബോയ്കോട്ട് ഓഫ് ലോ കോഡ്സ് ആൻഡ് ഫോറിൻ ക്ലോത്ത്. അപ്പം നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന്റെ ഒരു സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 1920 കൂടിയാണ്. ഈ 1920 ഇത് വരുന്നതിന് തൊട്ട് മുമ്പാണ് നമുക്ക് വേൾഡ് വാർ എൻഡ് ചെയ്തത്. അതിന്റെ ഭാഗമായിട്ട് ഖിലാഫത്ത് പ്രസ്ഥാനം ഇതുമായിട്ട് ലയിപ്പിക്കുന്നുണ്ട്. അതിന് തൊട്ട് മുമ്പാണ് ജാലിയൻ വാലാബാഗ് മസാക്ര നടന്നിട്ടുള്ളത്. അപ്പൊ ഇതിന്റെയൊക്കെ റിഫ്ലക്ഷൻസ് എവിടെ വരുന്നുണ്ട്? നോൺ കോപ്പറേഷൻ മൂവ്മെന്റിൽ വരുന്നുണ്ട്. ആ പേര് പോലെ തന്നെ നിസ്സഹകരണമാണ്, സഹകരിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ പ്രധാന ഉദ്ദേശം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ലോ കോട്ടുകളും ഫോറിൻ ക്ലോത്തുകളും ബോയ്ക്കോട്ട് ചെയ്യുക എന്ന് പറയുന്നത് സഹകരിക്കില്ല എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അടുത്തത്, ഒബ്സർവൻസ് ഓഫ് സ്ട്രിക്ട് നോൺ വയലൻസ്. ഓക്കെ, അപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ആരുടെ ലീഡർഷിപ്പിന്റെ അണ്ടറിലാണ് വരുന്നത്? മഹാത്മാഗാന്ധിയുടെ ലീഡർഷിപ്പിന്റെ അണ്ടറിലാണ്. അദ്ദേഹം ഒരു നോൺ വയലന്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. അദ്ദേഹം മുന്നിലേക്ക് വെക്കുന്ന രാഷ്ട്രീയം പോലും നോൺ വയലന്റ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് സ്ട്രിക്റ്റ് ആയിട്ടും നോൺ വയലൻസ് അവിടെ പ്രാക്ടീസ് ചെയ്യപ്പെട്ടിരുന്നു. 3, റീടെൻഷൻ ഓഫ് ടൈറ്റിൽസ് ആൻഡ് ഓണേഴ്സ് വിത്തൗട്ട് യൂസിങ് ദം ഇൻ പബ്ലിക്. അപ്പം നമുക്ക് ആ ഒരു കാലഘട്ടത്തിൽ ഇപ്പം മഹാത്മാഗാന്ധിക്കായാലും രവീന്ദ്രനാഥ് ടാഗോറിനായാലും ഒക്കെ ഒരുപാട് ടൈറ്റിൽസ് ഒക്കെ ബ്രിട്ടീഷ് ഗവൺമെന്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ടൈറ്റിലുകളൊക്കെ നമ്മൾ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ നോൺ കോപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം നമുക്കറിയാം, ഈ ജാലിയൻ വാലാബാഗ് കഴിഞ്ഞപ്പോൾ തന്നെ പല ടൈറ്റിൽസും അന്ന് റിനൗൺസ് ചെയ്തിരുന്നു, നമ്മളുടെ നേതാക്കൾ അന്ന് റിനൗൺസ് ചെയ്തിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. മൂന്നാമത്തേത് ഒരു തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. നാലാമത്തിലേക്ക് വരുവാണെങ്കിൽ, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് പഞ്ചായത്ത് ഫോർ സെറ്റിലിംഗ് ഡിസ്പ്യൂട്ട്സ്, വെരി ഇമ്പോർട്ടന്റ്. അപ്പം നമ്മൾ DPSPയിലേക്ക് പോകുമ്പോഴും ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു വിഭാഗം തന്നെയുണ്ട്. അപ്പൊ അതിനകത്ത് വരുന്നതാണ് പഞ്ചായത്തിനെ പോലുള്ള കാര്യങ്ങൾ, ആ ഒരു ഐഡിയ ഒക്കെ മുന്നിലേക്ക് വെക്കുന്നത് മഹാത്മാഗാന്ധിയുടെ ഇൻവോൾവ്മെന്റ് കൊണ്ട് തന്നെയാണ്. അപ്പൊ അതും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് ശരിയാണെന്ന് പറയാം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ പറഞ്ഞിട്ടുള്ളതിൽ നോൺ കോപ്പറേഷൻ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെ നോക്കി കഴിഞ്ഞാൽ 3 എണ്ണമാണ് വരുന്നത്. അപ്പൊ സി ആണ് ഉത്തരം വരുന്നത്. ഓൺലി 3 അല്ലെ, ഈ 3 കാര്യങ്ങളാണ് നോൺ കോപ്പറേഷന്റെ പാർട്ടായിട്ട് വരുന്നത്. അപ്പം ഇങ്ങനത്തെ ചോദ്യങ്ങൾക്ക് നമുക്ക് പലപ്പോഴും ബുദ്ധിമുട്ടാണ് ഇതിന്റെ ഉത്തരത്തിലേക്ക് എത്താനായിട്ട്. കാരണം ഒരിക്കലും അവർ ഈ ഒരു സ്പെസിഫിക് ഒരു ഓപ്ഷൻ ആണോ എന്നല്ല ചോദിക്കുന്നത് ഉത്തരത്തിനകത്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എല്ലാ ഓപ്ഷനെ പറ്റിയിട്ട് ഒരു ധാരണ ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇതിലേക്ക് എത്തിച്ചേരാനായിട്ട് പാടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് കൺസെപ്റ്റൽ ക്ലാരിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം എന്ന് പറയാനുള്ള കാര്യം. പക്ഷെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് കോമൺ സെൻസ് ഉപയോഗിച്ച് വേണമെങ്കിലും ഈ ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പം കോമൺ സെൻസ് അപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ ലോജിക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു ഉത്തരത്തിലേക്ക് എത്തിച്ചേരാനും സാധിക്കുന്നതാണ്. ഓക്കെ, ഇതായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ. ഇനിയും
അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അരാഘട്ട എന്ന് പറയുന്ന ഒരു ഇറിഗേഷൻ ഡിവൈസിനെ പറ്റിയിട്ടാണ് വിളിക്കുന്നത്. അപ്പൊ ഈ അരാഘട്ട എന്ന് പറയുന്ന ഇറിഗേഷൻ ഡിവൈസ് എന്താണത്, ശരിക്കും എന്താണെന്നുള്ള കാര്യമാണ് ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ്, ഇപ്പൊ ഈ കഴിഞ്ഞ 2 ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുകയാണെങ്കിലും ബേസിക് ആയിട്ടുള്ള ഹിസ്റ്ററിയുടെ ബേസിക് ഫൗണ്ടേഷൻ അറിഞ്ഞിരുന്നാൽ നമുക്ക് ഈ 2 ഉത്തരങ്ങൾ എഴുതാനായിട്ട് സാധിക്കും. അപ്പൊ അത് എന്ന് പറഞ്ഞാൽ NCERT കൃത്യമായിട്ട് വായിച്ചിട്ടുള്ള ഒരാൾക്ക് ഇത് കൃത്യമായിട്ട് തന്നെ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഇതും നമുക്ക് NCERT-യിലൂടെയും അതേപോലെ ഫൗണ്ടേഷൻ ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്സിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പം എ ലാർജ് വീൽ വിത്ത് earthen pots tied to the outer ends of its spokes എന്നുള്ളതാണ്. അപ്പം ഇപ്പൊ ഇറിഗേഷൻ ആയിട്ടും അല്ലെങ്കിൽ നമ്മുടെ അഗ്രികൾച്ചറിലൊക്കെ മെയിൻ ആയിട്ട് ഉപയോഗിച്ച് വരുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ ഒരു മെത്തേഡാണ് ഈ പറഞ്ഞ പോലെ അരാഘട്ട എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പൊ അത് ഒരു ലാർജ് വീൽ വിത്ത് earthen pots tied to the outer ends of its spokes എന്നുള്ളതാണ് അതിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം. എന്താണ് ആ ഡിവൈസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ആ ഒരു ഡിവൈസ്. ഓക്കെ, അപ്പം ഇതും എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാനായിട്ട് സാധിക്കും. കാരണം പലപ്പോഴും ഇത് നമ്മൾ മെറ്റീരിയൽസിലൊക്കെ കാണുമ്പോൾ അതിന്റെ ഒരു പിക്ചർ സഹിതമായിരിക്കും കൊടുക്കുന്നത്. ഈ അരാഘട്ടയുടെ ഒരു പിക്ചർ സഹിതമായിരിക്കും. അതുകൊണ്ട് തന്നെ ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് കുറച്ചുകൂടെ എളുപ്പം സാധിക്കുന്നതായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അടുത്ത ചോദ്യം, who among the following rulers in ancient India had assumed the titles മഠവിലാസ അല്ലെ വിചിത്ര ചിത്ത അല്ലെങ്കിൽ ഗുണഭാര എന്നുള്ള ടൈറ്റിൽസ് അസ്യൂം ചെയ്തിട്ടുള്ള ആരായിരുന്നു ആ ഒരു റൂളർ എന്നാണ് ഇവിടുത്തെ ചോദ്യം. അപ്പം ഉത്തരം മഹേന്ദ്രവർമ്മൻ ഫസ്റ്റ് ആണ്. മഹേന്ദ്രവർമ്മൻ പല്ലവ ഡൈനാസ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റൂളറാണ് മഹേന്ദ്രവർമ്മൻ. അദ്ദേഹമാണ് ഈ പറഞ്ഞിട്ടുള്ള ടൈറ്റിലുകളൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അത് അസ്യൂം ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചിലപ്പോൾ ഇത് കുറച്ച് ഡിഫിക്കൽട്ട് ആയേക്കാം. കാരണം നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല. കാരണം ഒരുപാട് ഇൻഫർമേഷൻ നമ്മൾ പഠിക്കുന്നത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ ടൈറ്റിലുകളൊക്കെ ചിലപ്പോൾ നമ്മൾ മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇതിൽ ഏതെങ്കിലും ഒരു ടൈറ്റിലെങ്കിലും നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഞാൻ ഇതിനെ ഒരിക്കലും ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ട് പറയുന്നില്ല. ഒരു ഡിഫിക്കൽട്ടി ലെവലിൽ നിൽക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫാഹിയാൻ ദി ചൈനീസ് പിൽഗ്രിം ട്രാവലർ എന്നാണ് ഇന്ത്യയിലേക്ക് വന്നത്? അത് ഏത് റൂളറിന്റെ ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം വന്നതെന്നുള്ളതാണ്. ഇത് നമ്മൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് തന്നെ പഠിക്കുന്നതാണ്. ഫാഹിയാൻ വന്ന ഒരു കാലഘട്ടം നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്നതാണ്. ഗുപ്തയുടെ ടൈം പീരീഡിലാണ് ഫാഹിയാൻ വരുന്നത്. പ്രത്യേകിച്ചും ചന്ദ്രഗുപ്ത സെക്കൻഡിന്റെ ഒരു ടൈം പീരീഡിലാണ് ഫാഹിയാൻ ഇവിടേക്ക് എത്തുന്നത്. ചന്ദ്രഗുപ്ത സെക്കൻഡിന്റെ ടൈം പീരീഡിൽ അത് കൃത്യമായിട്ട് ഈ പറഞ്ഞതുപോലെ ഏൻഷ്യൻ ഹിസ്റ്ററി വായിച്ചിട്ടുള്ള ഒരാൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഈ ഒരു ഓർമ്മയിൽ എത്തുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കും. കാരണം നമുക്ക് വളരെ കുറച്ച് ചൈനീസ് ട്രാവലേഴ്സേ ഉള്ളൂ. അപ്പൊ ആ ട്രാവലേഴ്സ് വന്ന കാലഘട്ടങ്ങളൊക്കെ നമ്മൾ പഠിച്ചിരിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫാഹിയാൻ ആയാലും ഹ്വാൻസാങ് ആയാലും ഒക്കെ നമ്മൾ ഇവരെ പറ്റിയൊക്കെ പഠിക്കുന്നതാണ്, അവരുടെ കാലഘട്ടങ്ങളൊക്കെ പഠിക്കുന്നതാണ്. അപ്പം അത് ഓർമ്മയിൽ വരുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിനൊരു മീഡിയം ടു ഈസി ടു മീഡിയം ലെവലിൽ നമുക്ക് നിർത്താൻ പറ്റുന്ന ഒരു ചോദ്യമാണിത്. Who among the following led a successful military campaign against the kingdom of Srivijaya, the powerful maritime state which ruled the Malay Peninsula, Sumatra, Java and the neighboring islands? ഇത് ചിലപ്പോ നമുക്ക് കുറച്ച് പാടായിരിക്കാം. ചിലപ്പോൾ ഇതിന്റെ ഉത്തരത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് കുറച്ച് പാടായിരിക്കാം. പക്ഷേ നിങ്ങൾ ഒരു കോൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കാര്യം കൃത്യമായിട്ട് നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. അതായത് ചോള രാജവംശം എന്ന് പറയുന്നത് അവരുടെ നേവി വളരെ സ്ട്രോങ് ആയിരുന്നു എന്നും ഇപ്പൊ ശ്രീലങ്ക അതേപോലെയുള്ള ഈസ്റ്റ് ഏഷ്യൻ നേഷൻസിലേക്ക് അവർ ഫ്ലറിഷ് ചെയ്തിരുന്നും അവിടെയൊക്കെ ബന്ധങ്ങൾ സ്ഥാപിച്ചിരുന്നു എന്നുള്ള കാര്യം നിങ്ങളുടെ ഓർമ്മയിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഉത്തരത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. മറ്റാരുമല്ല, രാജേന്ദ്ര ഫസ്റ്റ് ആണ്, രാജേന്ദ്ര ചോളയാണ് ഈ ഒരു കാര്യം ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു ക്യാമ്പയിൻ, ശ്രീവിജയ കിങ്ഡത്തിനെതിരെയുള്ള ഒരു ക്യാമ്പയിൻ നടത്തിയിട്ടുള്ളത് അദ്ദേഹം തന്നെയാണ്. മിലിറ്ററി ക്യാമ്പയിൻ നടത്തിയിട്ടുള്ളത് അദ്ദേഹം തന്നെയാണ്. അപ്പൊ ഇതിലേക്ക് നിങ്ങൾക്ക് എത്താനുള്ള ഏക മാർഗം എന്ന് പറയുന്നതാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു നേവി ഉള്ള ഒരു എംപയർ ആയിരുന്നായിരിക്കണം ഇത്. കാരണം ഒരു എംപയർ തന്നെ ആയിരുന്നായിരിക്കണം, വളരെ പവർഫുൾ ആയിരിക്കണം. എങ്കിൽ മാത്രമേ ഇത്രയും ദൂരമൊക്കെ പോയിട്ട് യുദ്ധം ചെയ്യുകയൊക്കെ സാധ്യമായിട്ട് വരത്തുള്ളൂ. അപ്പം അതിനുള്ള റിസോഴ്സസ് ഒക്കെ അവിടെ ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ രാജേന്ദ്ര ഫസ്റ്റിലേക്ക് തന്നെ നമുക്ക് എത്താം. ഇപ്പൊ നമ്മൾ കറണ്ട് അഫെയറിലേക്ക് വരികയാണെങ്കിൽ ഇപ്പം പൊന്നിയൻ സെൽവൻ എന്ന് പറയുന്ന ഒരു മൂവി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് 2 പാർട്ടായിട്ടാണ് ഇറങ്ങിയത്. ആ 2 പാർട്ടും മെൻഷൻ ചെയ്യുന്ന ചോള ഡൈനാസ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ റെലവെന്റ് ആയിട്ട് മാറുന്നത്. വിത്ത് റെഫറൻസ് ടു ഏൻഷ്യന്റ് ഇന്ത്യ, ഒരു 600 to 322 BC വരെയാണ് പറയുന്നത്. കൺസിഡർ ദ ഫോളോയിങ് പേഴ്സ്. ഒന്ന് ടെറിട്ടോറിയൽ റീജിയൻ ആണ്, 2 റിവർ ഫ്ലോയിങ് ഇൻ ദി റീജിയൻ. അപ്പം ടെറിട്ടോറിയൽ റീജിയൻ എന്ന് പറയുമ്പോൾ നമ്മൾ കേട്ടിട്ടുള്ള പേരുകളാണ്. മഹാജനപദാസിന്റെ കൂടെയൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള
പേരുകൾ തന്നെയാണ്. അസ്മക, കാംബോജ, അവന്തി, കോസല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ള പേരുകളാണ്. അപ്പം എപ്പോഴും നമ്മൾ ഹിസ്റ്ററി പഠിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മളുടെ പല ക്ലാസ്സുകളും IPM-IASന്റെ പല ക്ലാസ്സുകളിലും നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഹിസ്റ്ററിയിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ഒരു ലൊക്കേഷനുമായിട്ടോ അല്ലെങ്കിൽ ഒരു സ്ഥലവുമായിട്ടോ ബന്ധപ്പെട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ കയ്യിൽ ഒരു അറ്റ്ലസ് സൂക്ഷിക്കേണ്ടതാണ്. കാരണം അറ്റ്ലസ് നോക്കുമ്പോഴാണ് നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. പക്ഷേ ഈ ഒരു ഏൻഷ്യൻ ഇന്ത്യയിലേക്കൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് അറ്റ്ലസ് കിട്ടണമെന്നില്ല. പക്ഷെ ഒന്ന് സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് മഹാജനപദാസ് എവിടെയാണെന്നൊന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും എവിടേക്കാണ് ഈ ഒരു മഹാജനപദാസ് വരുന്നത് എന്നുള്ളത്. അത് അറിയാമെന്നുണ്ടെങ്കിൽ, ആ ലൊക്കേഷൻ അറിയാമെന്നുണ്ടെങ്കിൽ ഈ താഴെ പറയുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് അഡ്രസ് ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പൊ ഗോദാവരി എന്ന് പറയുമ്പോൾ ഒരു പെനിൻസുലർ റിവർ ആണ്. അപ്പൊ നമ്മൾ നോക്കേണ്ടത് ഓക്കെ, ഗോദാവരി ഈ ഒരു സ്ഥലത്ത് വരുന്നതാണോ എന്നുള്ളതാണ്. അസ്മക എന്ന് പറയുന്ന ലൊക്കേഷനുമായിട്ട് കണക്റ്റഡ് ആണോ, ആ ഏരിയയിലൂടെ ആയിരിക്കും ഇത് ഒഴുകുന്നത് എന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ടത്. അപ്പൊ ഈ ഒരു ലൊക്കേഷനെ പറ്റി നമുക്കൊരു ധാരണയുണ്ടെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതിലൊന്ന് അസ്മക എന്ന് പറയുന്നത് ഗോദാവരിയുമായിട്ട് കണക്റ്റഡ് ആണ്. ഓക്കെ, അപ്പൊ അത് ഫസ്റ്റ് ഓപ്ഷൻ ശരിയാണ്. രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് വരുമ്പോൾ കാംബോജ അതേപോലെ തന്നെ വിപാസ് ആണ്. കാംബോജ എന്ന് പറയുമ്പോൾ ഏകദേശം അഫ്ഗാനിസ്ഥാന്റെ ഒക്കെ ഒരു ഭാഗത്തേക്ക് പോകുന്ന ഒരു പ്രദേശമാണ് കാംബോജ. വിപാസ് എന്ന് പറയുന്നത് നമ്മുടെ ബിയാസ് എന്ന് പറയുന്ന നദിയാണ്. നമുക്കറിയാം ദ റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ഓഫ് ഇൻഡസ് എന്ന് പറയുന്ന ാണ് ബിയാസ് വരുന്നത്. പക്ഷെ ബിയാസ് കുറച്ച് താഴെ കൂടാണ് ഒഴുകി പാകിസ്ഥാനിലേക്ക് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഇത് ശരിയാണെന്ന് പറയാൻ സാധിക്കത്തില്ല, ഇത് തെറ്റാണ് ഓപ്ഷൻ. അതേപോലെ തന്നെ അവന്തിയുടെ കാര്യം എടുക്കുകയാണെങ്കിലും മഹാനദി അല്ല അവന്തിയുടെ അടുത്ത് വരുന്ന ഒരു റിവർ എന്ന് പറയുന്നത് മഹാനദി അല്ല. കാരണം മഹാനദി കൂടുതലായിട്ടും ഒഡീഷ പോലുള്ള റീജിയനിലേക്കാണ് മഹാനദിയുടെ ഒരു ഒഴുക്ക് വരുന്നത്. അപ്പോൾ അവന്തി അത് തെറ്റാണ്. അടുത്തത് വരുന്നത് കോസലയാണ്. ഇത് ശരിയായിട്ടുള്ള ഉത്തരമാണ്. സരയു ആണ് കോസല ഭാഗത്തിലൂടെ അല്ലെ കോസല രാജവംശത്തിന്റെ ഭാഗത്തൂടെ ഒഴുകുന്ന ഒരു നദി എന്ന് പറയുന്നത് സരയു തന്നെയാണ്. അപ്പൊ ഗംഗയുടെ ഒരു ട്രിബ്യൂട്ടറി ആയിട്ട് നമുക്ക് അതിനെ കരുതാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ രണ്ട് ഓപ്ഷൻസ് ആണ് ഇതിൽ ശരിയായിട്ട് വരുന്നത്. ഏതൊക്കെയാണ്? അസ്മക ഗോദാവരിയും അതേപോലെ തന്നെ കോസല സരയു എന്ന് പറയുന്നതാണ് ഇവിടെ ശരിയായിട്ട് വരുന്ന ഓപ്ഷൻസ്. Ashokan inscription suggests that Pradeshika, Rajuka and Yukta were important officers at the ഏത് ലെവൽസിലാണ്. അപ്പൊ അഡ്മിനിസ്ട്രേഷൻ എടുത്ത് നോക്കുമ്പോൾ കാരണം ഇൻസ്ക്രിപ്ഷൻസിലൊക്കെ ഈ അഡ്മിനിസ്ട്രേഷനെ പറ്റിയൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഇൻസ്ക്രിപ്ഷൻസ് നോക്കുമ്പോൾ അഡ്മിനിസ്ട്രേഷനിൽ പറഞ്ഞിട്ടുള്ള ഈ 3 പേരുകൾ ഏത് ലെവൽ ഓഫ് അഡ്മിനിസ്ട്രേഷനുമായിട്ട് കണക്റ്റഡ് ആണ് എന്നുള്ളതാണ് ചോദ്യം. ഇപ്പം ഇത് നമ്മൾ ആ ഒരു എന്താ പറയുക മൗര്യൻ എംപയർ പ്രോപ്പറായിട്ട് പഠിച്ചിട്ടുള്ള അശോകൻ ഇൻസ്ക്രിപ്ഷൻസിനെ പറ്റിയിട്ട് പ്രോപ്പറായിട്ട് പഠിച്ചിട്ടുള്ള ആളുകൾക്കായിരിക്കും ഇതിന്റെ ഉത്തരത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നത്. ഈവൻ അവരുടെ അഡ്മിനിസ്ട്രേഷൻ നോക്കിയാലും ചിലപ്പോൾ നമുക്ക് ഈ പേരുകൾ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ അത് ഓർത്തെടുക്കുക എന്ന് പറയുന്നതിലൊരു ഡിഫിക്കൽറ്റി ഉണ്ട്. അപ്പൊ എങ്കിലും നമുക്ക് പിന്നെ കുറച്ചുകൂടി എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് ഡിസ്ട്രിക്ട് ലെവൽ അഡ്മിനിസ്ട്രേഷൻ ആണ് ഈ പ്രാദേശിക എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. രാജുകയായാലും യുക്തയായാലും ഇതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ടൈറ്റിലുകൾ തന്നെയാണ് അല്ലെങ്കിൽ ഓഫീസേഴ്സ് തന്നെയാണ്. ഓക്കെ, സോ ഇതും ഞാൻ ഒത്തിരി ഒരു ഈസി ലെവലിലേക്ക് കൊണ്ടുവരുന്നില്ല. ഓർത്തെടുക്കാൻ, അതായത് ഹിസ്റ്ററി പഠിക്കാൻ വളരെ ഇഷ്ടമുള്ള ആളുകൾക്ക്, ഹിസ്റ്ററി ഒരു കഥ പോലെ ഓർത്തു വെക്കുന്ന ഓരോ ഈവൻസും സ്പെസിഫിക് ആയിട്ട് എടുത്തു പറയാൻ കഴിയുന്ന ആളുകൾക്ക് ഇത് ഈസി ആയിരിക്കാം. പക്ഷെ അങ്ങനെ അല്ലാത്ത ആളുകൾക്ക് ഒരു ഓവർവ്യൂ ഒക്കെ മനസ്സിലാക്കിയ ആളുകൾക്ക് ചിലപ്പോൾ ഇതൊരു ബുദ്ധിമുട്ട് പിടിച്ച ഒരു ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും. അടുത്തത്, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ റെസ്പെക്ട് ഓഫ് ദി നോൺ കോഓപ്പറേഷൻ മൂവ്മെന്റ്. ഇപ്പൊ നോൺ കോഓപ്പറേഷൻ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു ചില എന്താ പറയുക ചോദ്യങ്ങളാണ്. നമ്മൾ നേരത്തെയും നോൺ കോഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യം കണ്ടിരുന്നു. അപ്പം 2 ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. ഒന്ന്, ദി കോൺഗ്രസ് ഡിക്ലെയർഡ് ദി അറ്റൈൻമെന്റ് ഓഫ് സ്വരാജ് ബൈ ഓൾ ലെജിറ്റിമേറ്റ് ആൻഡ് പീസ്ഫുൾ മീൻസ് ടു ബി ഇറ്റ്സ് ഒബ്ജക്റ്റീവ്. കറക്റ്റ് ആണ്. കാരണം സ്വരാജ് ആണ് നമുക്ക് വേണ്ടിയിരുന്നത്. അപ്പൊ ആ സ്വരാജ് എല്ലാ നിയമപരമായിട്ടുള്ള എല്ലാ രീതിയിലും വളരെ പീസ്ഫുൾ ആയിട്ടുള്ള രീതിയിലും അത് എത്തിയെടുക്കുക അല്ലെങ്കിൽ അതിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് നമ്മുടെ ഒരു കോൺഗ്രസിന്റെ തന്നെ ഒരു എന്താ പറയുക ഒരു ഉദ്ദേശം തന്നെയായിരുന്നു. ഓക്കെ, അപ്പൊ അത് ശരിയാണ്, ആ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, ഇറ്റ് വാസ് ടു ബി ഇംപ്ലിമെന്റഡ് ഇൻ സ്റ്റേജസ് വിത്ത് സിവിൽ ഡിസൊബീഡിയൻസ് ആൻഡ് നോൺ പേയ്മെന്റ് ഓഫ് ടാക്സസ് ഫോർ ദ നെക്സ്റ്റ് സ്റ്റേജ് ഓൺലി ഇഫ് സ്വരാജ് ഡിഡ് നോട്ട് കം വിതിൻ എ ഇയർ ആൻഡ് ദ ഗവൺമെന്റ് റിസോർട്ടഡ് ടു റിപ്രഷൻ. അപ്പം ഗവൺമെന്റ് റിപ്രഷനിലേക്കും അതേപോലെ സ്വരാജ് നമുക്ക് തരാതിരിക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വർഷം കാലഘട്ടം നോക്കിയതിന് ശേഷം പിന്നീട് നമ്മൾ എവിടേക്ക് പോകും? നോൺ കോഓപ്പറേഷൻ, നിസ്സഹകരണം എന്നതിൽ നിന്ന് നമ്മൾ സിവിൽ ഡിസൊബീഡിയൻസിലേക്ക് പോകും. അതായത് നമ്മൾ അനുസരണക്കേട് കാണിക്കാൻ പോകും എന്നുള്ളതാണ് ഇവിടെ സത്യമായിട്ട് വരുന്നത്. അതും ശരിയാണ്. കാരണം നമുക്കറിയാം നോൺ കോഓപ്പറേഷൻ മൂവ്മെന്റിന് ശേഷം വരുന്ന മൂവ്മെന്റ് ഏതാണ്? സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് ആണ് അതിനുശേഷം വരുന്നത്. അപ്പൊ ആ സമയത്ത് ഇവരുടെ ടാക്സുകൾ നമ്മൾ പേ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. അവർ പറയുന്ന ഒരു കാര്യങ്ങൾ നമ്മൾ അനുസരിക്കാനായിട്ട് താല്പര്യപ്പെടാത്ത ഒരു അവസ്ഥയാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ 2 സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് കറക്റ്റ് ആണെന്ന് തന്നെ പറയാം. അപ്പൊ ബോത്ത് 1 and 2 ആണ്. അപ്പൊ സി ആയിരിക്കും ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്തത്, സെഡിഷൻ ഹാസ് ബിക്കം മൈ റിലീജിയൻ വാസ് ദ ഫേമസ് സ്റ്റേറ്റ്മെന്റ് ഗിവൻ ബൈ ഗാന്ധിജി
അറ്റ് ദി ടൈം ഓഫ് ഏത് കാലഘട്ടത്തിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. ഒന്നാമത്തെ ഒരു ഓപ്ഷൻ വരുന്നത് ചമ്പാരൻ സത്യാഗ്രഹ ആണ് പറയുന്നത്. ചമ്പാരൻ സത്യാഗ്രഹ എന്ന് പറയുന്നത് ഗാന്ധിജി ഇന്ത്യയുടെ ഒരു ഫ്രീഡം മൂവ്മെന്റിൽ അത്ര കാര്യമായിട്ട് ഇടപെടാത്ത ഒരു ടൈം പീരീഡ് ആണ് ചമ്പാരൻ സത്യാഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഒരു റിവോൾട്ട് ആണ് ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ അദ്ദേഹം ഇത് പറയാനായിട്ടുള്ള സാധ്യത കുറവാണ്. എന്നാൽ കുറെ കാലഘട്ടത്തിന് ശേഷം ഇവിടുത്തെ പല മൂവ്മെന്റ്സിന്റെയും ഒരു ചുക്കാൻ പിടിച്ചതിന് ശേഷം, ലീഡർഷിപ്പ് വഹിച്ചതിന് ശേഷം അദ്ദേഹം എത്തിച്ചേർന്നത് ദണ്ഡി മാർച്ചിലാണ്. അതായത് നോൺ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അവിടേക്ക് എത്തുമ്പോഴേക്കും ഹൈലി ഫ്രസ്ട്രേറ്റഡ് ആണ്. അപ്പം അവിടെയാണ് അദ്ദേഹം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക്ലി വയലേറ്റിംഗ് ദ സോൾട്ട് ലോ അറ്റ് ദണ്ഡി. ദണ്ഡി മാർച്ചിന്റെ ഭാഗങ്ങളിലാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നത്. അപ്പം റൗണ്ട് ടേബിൾ കോൺഫറൻസും അല്ല, അതിന് ആ ഒരു കാലഘട്ടത്തിൽ വരുന്നതാണെങ്കിലും അല്ല അതിന്റെ ശേഷം വരുന്നതാണെങ്കിൽ പോലും ഈ ഒരു സമയമായപ്പോഴാണ് നമ്മൾ ശരിക്കും ഫ്രസ്ട്രേറ്റഡ് ആണ്. അപ്പം ബ്രിട്ടീഷുകാരുടെ ഒരു റൂൾ കൊണ്ടൊക്കെ നമ്മൾ അവരെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്താക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പം അവർ പറയുന്നത് നമ്മൾ എന്ത് ചെയ്താലും അല്ലെ ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ അതിനെ സെഡീഷൻ എന്നാണ് കൺസിഡർ ചെയ്തിരുന്നത്. അപ്പം ഉറപ്പായിട്ടും നമ്മൾ അങ്ങനെ ഒരു കാര്യമാണ് ചെയ്യാൻ പോകുന്നതും. കാരണം സോൾട്ട് ലോ ലംഘിക്കാൻ വേണ്ടി പോവുകയാണ്. ഇനി അവർ കൊണ്ടുവരുന്ന എല്ലാ നിയമങ്ങളെയും നമ്മൾ ലംഘിക്കാൻ പോവുകയാണ്. അപ്പം ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി കമ്മിങ് അണ്ടർ സെഡീഷൻ. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ വരുന്നുണ്ട്. സെഡീഷൻ ഹാസ് ബിക്കം മൈ റിലീജിയൻ. ഓക്കെ, അടുത്തത് The famous female figurine known as Dancing Girl found at Mohenjo-daro is made of, ഇപ്പം ഇതൊരു ഏൻഷ്യന്റ് ഇന്ത്യയിൽ നിന്നുള്ള എസ്പെഷ്യലി ഇൻഡസ് വാലി സിവിലൈസേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതായത് UPSCയുടെ എക്സാമിനേഷൻ നോക്കുകയാണെങ്കിൽ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിനകത്തൊരു ചോദ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് തന്നെയാണ്. പല കാലഘട്ടങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. അപ്പം ക്വസ്റ്റ്യൻ വളരെ ക്ലിയർ ആണ്. ഡാൻസിംഗ് ഗേളിന്റെ പ്രതിമ എന്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണെന്നുള്ളതാണ്. അപ്പൊ നമ്മളത് പഠിച്ചിട്ടുള്ളതാണ്. അത് നമുക്ക് ഓർത്തെടുക്കാവുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഉത്തരം തന്നെയാണ്. ബ്രോൺസ് ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ള ചോദ്യം തന്നെയാണ്. അടുത്തത്, ഹു പ്രൊവൈഡഡ് ലീഗൽ ഡിഫൻസ് ടു ദ പീപ്പിൾ അറസ്റ്റഡ് ഇൻ ദി ആഫ്റ്റർമാത്ത് ഓഫ് ദി ചൗരി ചൗര ഇൻസിഡന്റ്. അപ്പം ചൗരി ചൗര ഇൻസിഡന്റ് നടന്ന എന്താണെന്ന് നമുക്കറിയാം. 1922 ചൗരി ചൗര ഇൻസിഡന്റ് നടക്കുന്നത്. ആ ഇൻസിഡന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ നോൺ കോപ്പറേഷൻ മൂവ്മെന്റിനെ വിഡ്രോ ചെയ്യുന്നുണ്ട്. അപ്പം കുറെ പേര് അറസ്റ്റിലാവുന്നുണ്ട്. അപ്പോ ആരാണ് അവരുടെ ഒരു ഡിഫൻസിന്, ലീഗൽ ഡിഫൻസിന് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് വളരെ ഡിഫിക്കൽട്ട് ആയിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. കാരണം എപ്പോഴും നമുക്ക് ഇതിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റണമെന്നില്ല. അപ്പം ഞാൻ ഇത് വായിച്ചു നോക്കുമ്പോഴും എനിക്കും ഇതിന്റെ ഉത്തരത്തിലേക്ക് എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ കുറച്ച് പാടായിരുന്നു. പിന്നെ നമ്മൾ റെഫർ ചെയ്ത് റെഫറൻസിലൂടെ ഒക്കെ തന്നെയാണ് നമുക്ക് ഇതിന്റെ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഇതിന്റെ ഉത്തരം വരുന്നത് മദൻ മോഹൻ മാളവിയയും അതേപോലെ കൃഷ്ണകാന്തുമാണ് ഉത്തരം വരുന്നത്. പക്ഷെ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. നമ്മളുടെ ആസ്പിറൻസിന്റെ ഒരു എന്താ പറഞ്ഞേ ഒരു എഫക്റ്റീവ്നെസ്സിനെയും എഫിഷ്യൻസിയും അവരുടെ മെമ്മറിയൊക്കെ വളരെയധികം ചലഞ്ച് ചെയ്യുന്ന ഒരു ചോദ്യം തന്നെയാണ് ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഉത്തരം വരുന്നത് മദൻ മോഹൻ മാളവിയ ആൻഡ് കൃഷ്ണകാന്ത് ആണ്. Subsequent to which one of the following events Gandhiji, who consistently opposed untouchability and appealed for its eradication from all spheres, decided to include the upliftment of Harijans in his political and social program? Very important question ആണ്. ഇതിന്റെ ഉത്തരത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കുറച്ച് എളുപ്പമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ നമ്മുടെ ഹിസ്റ്ററി കൃത്യമായിട്ട് മോഡേൺ ഹിസ്റ്ററി ഓർക്കുകയാണെന്നുണ്ടെങ്കിൽ മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിൾസും അദ്ദേഹത്തിന്റെ ഫിലോസഫി ഒക്കെ നോക്കുകയാണെങ്കിലും ഒരുപാട് എവല്യൂഷൻ നടന്നിട്ടുള്ള, അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ്സിലൊക്കെ ഒരുപാട് എവല്യൂഷൻ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒരു 1915 ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷം ചമ്പാരൻ സത്യാഗ്രഹത്തിൽ തുടങ്ങി അവിടെ നിന്നുള്ള ഇങ്ങോട്ടുള്ള എല്ലാ മൂവ്മെന്റ്സിലും അദ്ദേഹം ഇവോൾവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു എവല്യൂഷൻ നടന്നൊരു കാര്യമാണിത്. അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് ഹരിജൻസിനോടും അല്ലെങ്കിൽ സോഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ആളുകളോട്, ഡൗൺ ട്രോഡൻ ആയിട്ട് തരുന്ന ആളുകളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ വലിയൊരു മാറ്റം വരുത്തുകയും അത് ഒരു സോഷ്യൽ മൂവ്മെന്റിന്റെ തന്നെ ഭാഗമാകുകയും ഫ്രീഡം മൂവ്മെന്റിന്റെ തന്നെ ഒരു പാർട്ടായി മാറുകയും ചെയ്യുന്ന ഒരു ഫേസ് ആണിത്. അപ്പൊ അതിന് അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇതിലേക്ക് ലീഡ് ചെയ്തിട്ടുള്ള ഒരു ഇൻസിഡന്റ് എന്ന് പറയുന്നത് പൂന പാക്ട് ആണ്. കാരണം ആ കാലഘട്ടത്തിൽ സോഷ്യൽ അപ്ലിഫ്റ്റ്മെന്റ് ഓഫ് ദി ഡൗൺ ട്രോഡന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പോരാടിയിരുന്ന അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു വക്താവ് നമുക്ക് പറയാൻ പറ്റുന്ന ആളെന്ന് പറയുന്നത് ഡോക്ടർ BR അംബേദ്കർ തന്നെയായിരുന്നു. അപ്പൊ ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിട്ടുള്ള സെപ്പറേറ്റ് ഇലക്ടറേറ്റ് പോലുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെ എന്താ പറയുക സപ്പോർട്ട് ചെയ്തുകൊണ്ട് അംബേദ്കർ വരികയും എന്നാൽ അത് നമ്മളുടെ നാഷണൽ യൂണിറ്റിക്കും അല്ലെങ്കിൽ നമ്മുടെ ഫ്രീഡം മൂവ്മെന്റിനെ തന്നെ തകർക്കുമെന്നും ഒക്കെ ഉള്ള ഒരു വാദത്തോടു കൂടി അല്ലെങ്കിൽ ഒരു ആശയത്തോടു കൂടി ഗാന്ധിയും അദ്ദേഹത്തിന്റെ സഹയാത്രികളും വരികയൊക്കെ ചെയ്തപ്പോഴേക്കും ഉണ്ടായ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു, ഒരു റിഫ്റ്റ് ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് മഹാത്മാഗാന്ധി ഒരു എന്താ പറയുക ഫാസ്റ്റിലേക്ക് പോകുന്നുണ്ട്, ഒരു നിരാഹാര സത്യാഗ്രഹത്തിലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ഫൈനലൈസ് ചെയ്തൊരു പാക്ട് ആണ് ഇപ്പം ഗാന്ധിയും അതേപോലെ തന്നെ അംബേദ്കറും കൂടെ ഫൈനലൈസ് ചെയ്ത് വരുന്ന ഒരു പാക്ട് ആണ് പൂന പാക്ട് എന്ന് പറയുന്നത്.
അതിനുശേഷമാണ് ഇങ്ങനെ ഒരു വലിയൊരു ചേഞ്ച് അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തന മണ്ഡലത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതിനു മുമ്പേ ഈ ഒരു ഐഡിയാസും അല്ലെങ്കിൽ ഇതിനോടുള്ള ഒരു എന്താ പറഞ്ഞ ഒരു അഫെക്ഷനും ഒക്കെ ഉണ്ടെങ്കിൽ പോലും, പക്ഷെ അത് വളരെ വിസിബിൾ ആയിട്ട് നമുക്ക് ഒരു മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് കാണാൻ സാധിക്കുന്നത്, അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തന മണ്ഡലത്തിൽ തന്നെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു പൂന പാക്ടിന് ശേഷമാണ്. അപ്പൊ അത് ഇതിന്റെ ഉത്തരവ് എന്ന് പറയുന്നത് പൂന പാക്ട് തന്നെയാണ്. കൺസിഡർ ദ ഫോളോയിങ് ഫ്രൂട്ട്സ്: പപ്പായ, പൈനാപ്പിൾ, ഗുവാവ. How many of the above were introduced in India by the Portuguese in the 16th and 17th centuries? ഇത് കുറച്ചു പേർക്കൊക്കെ പാടാനെന്ന് പറയുന്നുണ്ടായിരുന്നു, പെട്ടെന്ന് ഓർത്തെടുക്കാനായിട്ട് പാടാനെന്ന് പറയുന്നുണ്ടായിരുന്നു. കുറച്ചു പേർക്കൊക്കെ ഓക്കെ അത് എളുപ്പമായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ നമ്മൾ പല സമയങ്ങളിലും വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ വിടുന്ന ഏരിയാസിൽ വരുന്ന ഭാഗങ്ങൾ തന്നെയാണിത്. പക്ഷേ ഉത്തരം വരുമ്പോൾ ഇത് മൂന്നും ഉത്തരമായിട്ട് തന്നെ വരും. ഹൗ മെനി ഓഫ് ദി അബോവ് വെർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ ബൈ ദ പോർച്ചുഗീസ് ഇൻ ദ 16th and 17th centuries ആണ്. മൂന്നും ഉത്തരമായിട്ട് തന്നെ വരുന്നുണ്ട്. എങ്കിൽ പോലും ഞാൻ ഇതിനെ വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമായിട്ടൊന്നും കാണുന്നില്ല, മോഡറേറ്റ് ആയിട്ടും കാണുന്നില്ല. കാരണം എല്ലാവർക്കും ഇതിനകത്തൂടെ കടന്നു പോകുക എന്ന് പറയുന്നത് ചിലപ്പോൾ എല്ലാവരും ഇത് വായിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യവും ചിലപ്പോൾ സംശയമായിരിക്കും. എന്നാലും ഉത്തരം സി ആണ്, ഓൾ ദി 3 ആണ് ഉത്തരമായിട്ട്. Who among the following was the founder of self-respect movement? ഇപ്പോൾ സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ തന്നെ ഒരു ഇടിമുഴക്കം സൃഷ്ടിച്ചിട്ടുള്ള അല്ലെങ്കിൽ വലിയൊരു ചേഞ്ചിന് കാരണമായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ്. അത് തുടങ്ങിയത് പെരിയാർ ഇ വി രാമസ്വാമി നായ്ക്കറാണ്. അദ്ദേഹത്തിനാണ് ഇതിന്റെ ഫൗണ്ടർ എന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. അദ്ദേഹമാണ് ഈ ഒരു മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിൾസും അല്ല ഐഡിയാസും ഒക്കെയാണ് പിന്നീട് പലപ്പോഴും ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന്റെ ആയാലും ഒക്കെ ഐഡിയാസ് ആയിട്ട്, ദ്രാവിഡ മൂവ്മെന്റിന്റെ തന്നെ ഐഡിയാസ് ആയിട്ട് മാറിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ പെരിയാർ ഇ വി രാമസ്വാമി നായ്ക്കറാണ് ഇതിലെ കൃത്യമായിട്ടുള്ള ഉത്തരം വരുന്നത്. The first Gandharva Mahavidyalaya, a music training school, was set up in 1901 by Vishnu Digampur Paluskar in which place എന്നുള്ളതാണ്. വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദ്യം തന്നെയാണ്. കാരണം എല്ലാവർക്കും ഇത് ഉത്തരം ചെയ്യാൻ പറ്റണമെന്നില്ല. ഇപ്പൊ നമുക്ക് അറിയാത്തതാണെങ്കിൽ ആക്ച്വലി ഇത് വിടുന്നത് തന്നെ ആയിരിക്കും നല്ലത് ഓപ്ഷൻ എന്ന് തന്നെയാണ് എൻ്റെ ഒരു വ്യക്തമായിട്ടുള്ള വിശ്വാസം. കാരണം ഇതും നമ്മൾ സെർച്ച് ചെയ്ത് തന്നെ കണ്ടുപിടിക്കേണ്ട ഒരു ഉത്തരം തന്നെയായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ലാഹോർ ആണ് ഉത്തരം വരുന്നത്, ലാഹോർ ആണ്. പക്ഷെ പലപ്പോഴും എല്ലാവർക്കും തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ഒരു ചോദ്യം തന്നെയാണ് ഈ ഒരു കാര്യം. അല്ല, എനിക്കും ഇതിലേക്ക് ഈ ഒരു ചോദ്യം കണ്ടപ്പോൾ ആദ്യം ഞാൻ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് സാധിച്ചിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നു. ചിലപ്പോൾ ഈസി ആയിട്ടുള്ള, ഇത് വായിച്ചിട്ടുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഈസി ആയിരിക്കാം, പക്ഷെ ഞാൻ വായിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അതിലേക്ക് ഉത്തരത്തിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നതും പാടായിരുന്നു. ഓക്കെ, അപ്പൊ ഇതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട ഹിസ്റ്ററിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിക്ക് പല കാലഘട്ടങ്ങളിലായിട്ട് റെലവൻസ് കുറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ ഒരു എക്സാമിനേഷനോട് കൂടി പിന്നെയും അൺപ്രഡിക്റ്റബിൾ ആയിട്ട് മാറുകയാണ് UPSC. കാരണം പെട്ടെന്ന് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിക്ക് കൂടുതൽ റെലവൻസ് വരുന്നത്, ഈവൻ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എന്ന് പറയുന്ന പർട്ടിക്കുലർ ഫേസിൽ നിന്ന് തന്നെ 2 ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്തു. മഹാത്മാഗാന്ധിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്, അല്ലെ? അപ്പം ഒരുപാട് മാറ്റങ്ങൾ UPSCയുടെ എക്സാമിനേഷൻ പാറ്റേണിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് സ്റ്റിൽ റിമൈനിങ് ആസ് എ ഹൈലി അൺപ്രഡിക്റ്റബിൾ എക്സാമിനേഷൻ ആണ്. അപ്പം നമ്മൾ ആ ഒരു സിലബസിന് അനുസൃതമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് കുറെയൊക്കെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ പോലും സിലബസ് കൃത്യമായിട്ട് കവർ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഈവൻ വളരെ മൈന്യൂട്ടായിട്ട് നമ്മൾ ഇമ്പോർട്ടന്റ് അല്ല എന്ന് ചിന്തിക്കുന്ന പല കാര്യങ്ങളും ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ സിലബസ് പ്രോപ്പറായിട്ട് തന്നെ കവർ ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇനിയും അടുത്തുള്ള സബ്ജക്റ്റുകളുടെയൊക്കെ ഒരു ആൻസർ കീ വീഡിയോസ് നമ്മൾ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും വെയിറ്റ് ചെയ്യുക, പിന്നെ പഠിക്കുക, പഠനം തുടർന്നുകൊണ്ടേ ഇരിക്കുക. അതിനകത്തൊരു ബ്രേക്കിന്റെ ആവശ്യമില്ല. നമുക്ക് ഒരു ദിവസം എക്സാമിനേഷൻ കഴിഞ്ഞു, 1 ഡേ കഴിഞ്ഞു, ബ്രേക്ക് അത്രയും മതി. കാരണം ഇനിയും നിങ്ങൾ ആ ഒരു ഫേസിലേക്ക് പിന്നെയും കടക്കുക, അല്ലെങ്കിൽ ആ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സിവിൽ സർവീസ് എക്സാമിനേഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് വേണ്ടത് ആ ഒരു കൺസിസ്റ്റൻസിയാണ്. അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്ത് എല്ലാവരും മുന്നോട്ട് പോവുക. ഓൾ ദി വെരി ബെസ്റ്റ്.